എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്ന് തത്തയുടെ വർഗത്തിൽപ്പെട്ട മക്കൗ എന്ന കിളിയെ വരയ്ക്കാം. ഞാനിത് റിയൽ ടൈമിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ഒപ്പം വരയ്ക്കാം. പൂർത്തിയായ ഒരു ചിത്രം നോക്കി വരയ്ക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഇതിൻ്റെ പ്രോസസ്സ് നിങ്ങൾക്ക് ഒപ്പം വരയ്ക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പേപ്പർ ഇന്ത്യൻ ഹാൻഡ് മെയ്ഡ് പേപ്പറാണ്. ഉപയോഗിച്ചിരിക്കുന്ന കളറ് മോണ്ട് മാർട്ടെ എന്ന കമ്പനിയുടെ വാട്ടർ കളേഴ്സാണ്. പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന ബ്രഷസ് ആർട്ടിയോസ് എന്ന കമ്പനിയുടെ ബ്രഷുകളാണ്. പെൻസിൽ സ്കെച്ച് ഞാനിവിടെ ചെയ്തു വച്ചിട്ടുണ്ട്. നമുക്കിനി നേരെ കളറിങ് തുടങ്ങാം. ഈ ചിത്രത്തിലെ ഏറ്റവും ലൈറ്റായിട്ടുള്ള ഭാഗം ആദ്യം ചെയ്യുവാണ്. ഇവിടെ വളരെ ചെറിയൊരു വയലറ്റ് ടോൺ വച്ചു കൊടുക്കുകയാണ്. അല്പം വെർമില്യൻ ഹ്യൂ ഇവിടെ ആഡ് ചെയ്യാണ്. വളരെ ലൈറ്റായിട്ട് പ്രഷ്യൻ ബ്ലൂ ഇവിടെ ആഡ് ചെയ്തു. ബ്ലൂ, വയലറ്റ്, റെഡ് ഇത്രയും കളേഴ്സാണ് ഇവിടെ കൊടുത്തത്. ഇതോടുകൂടി ആ ഭാഗത്തെ ഫസ്റ്റ് ലെയർ കഴിഞ്ഞു. പ്രഷ്യൻ ബ്ലൂവും അല്പം വെർമില്യൻ ഹ്യൂവും ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ലൈറ്റർ ടോണാണ് ഇപ്പോൾ വച്ചത്. അല്പം ഗ്രീൻ ഇവിടെ ആഡ് ചെയ്തു. ഹൈലൈറ്റ് വേണ്ട ഭാഗത്ത് വളരെ ശ്രദ്ധയോടെ വേണം പേപ്പർ വെയിറ്റ് വിടാനായിട്ട്. തത്തയുടെ ചുണ്ടിൻ്റെ ഭാഗത്ത് ഫസ്റ്റ് ലെയർ കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ പ്യുവർ പ്രഷ്യൻ ബ്ലൂ ആണ് വച്ചത്. ചെറുതായിട്ട് ഒരു ലൈറ്റ് വയലറ്റ് ടോൺ വെച്ച് കൊടുക്കുകയാണ്. ഇവിടെയും പ്യുവർ പ്രഷ്യൻ ബ്ലൂ ആണ് ഈ ചിറകിൻ്റെ ഭാഗത്ത് വച്ചിരിക്കുന്നത്. നമ്മൾ ഒരു ലെയർ വയ്ക്കുമ്പോൾ ആ ലെയറിൽ വരുന്ന കളേഴ്സ് പരസ്പരം തനിയെ ലയിച്ച് കിടക്കണം. അപ്പോഴാണ് വാട്ടർ കളറിൻ്റെ ഒരു സൗന്ദര്യം ഉണ്ടാവുകയുള്ളൂ. ഹൈലൈറ്റ് തൊട്ട് മിഡ് ടോൺ വരെയുള്ള കളേഴ്സ് വേണമെങ്കിൽ ഫസ്റ്റ് ലെയറിൽ കൊടുത്തു പോവാം. അല്പം വയലറ്റ് ആഡ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ആദ്യം വെച്ച പ്രഷ്യൻ ബ്ലൂവും രണ്ടാമത് വെച്ച വയലറ്റും തനിയെ മിക്സായിട്ട് ഒരു ഗ്രേഡിയൻ്റ് പോലെ വന്നിരിക്കുന്നത് കാണാം. ഇത് വാട്ടർ കളറിൽ കളേഴ്സ് തമ്മിൽ തനിയെ ചെയ്യുന്നൊരു കാര്യമാണ്. മറ്റൊരു മീഡിയത്തിലും കളേഴ്സ് ഇങ്ങനെ തനിയെ പരസ്പരം വർക്ക് ചെയ്യുന്നില്ല എന്ന് കാണാൻ പറ്റും. വയലറ്റ് ഒരല്പം കട്ടിക്ക് വയ്ക്കുകയാണ്. പ്രഷ്യൻ ബ്ലൂവും ബേൺഡ് എംബറും മിക്സ് ചെയ്തിട്ട് അധികം കട്ടിക്കല്ലാതെ ഇവിടെ തൂവലിൻ്റെ നടുക്ക് വരുന്ന ആ ഭാഗം ചെയ്യാണ്. മറ്റ് കളേഴ്സ് മിക്സ് ചെയ്യാതെ പ്യുവർ പ്രഷ്യൻ ബ്ലൂ ഇവിടെ വയ്ക്കുകയാണ്.
അല്പം ഗ്രീൻ ഇവിടെ ചേർത്ത് വയ്ക്കുകയാണ്. അല്പം യെല്ലോ മിക്സ് ചെയ്തിട്ട് ഒരു സാബ് ഗ്രീൻ ടോൺ ഇവിടെ വയ്ക്കുകയാണ്. അല്പം ലെമണല്ലോയും വെള്ളവും ചേർത്തിട്ട് ഇതിനെ അല്പം കൂടി ലൈറ്റാക്കുകയാണ്. സാബ് ഗ്രീൻ്റെ ഒപ്പം അല്പം ബേൺ ഡംബർ ചേർത്തിട്ട് ഇവിടെ ഈ ഷാഡോ വരുന്ന ഭാഗത്ത് വയ്ക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ തത്തയുടെ തലയുടെ മുകളിൽ വെച്ച കളേഴ്സെല്ലാം കളർ വയ്ക്കുന്നതിന് മുമ്പ് തന്നെ പാലറ്റിൽ മിക്സ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു ലെയർ ചെയ്യുമ്പോൾ ആ ലെയറിൽ വരുന്ന കളേഴ്സെല്ലാം ആദ്യം തന്നെ പാലറ്റിൽ മിക്സ് ചെയ്ത് വയ്ക്കണം. നമ്മൾ പേപ്പറിൽ കളർ വയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് പുതിയ കളേഴ്സ് മിക്സ് ചെയ്തുണ്ടാക്കാൻ പോയാൽ ആദ്യം വെച്ച കളേഴ്സ് ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ആ ഭാഗം ഏകദേശം കഴിഞ്ഞു. ചില സ്ഥലത്ത് ഫസ്റ്റ് ലെയർ കൊണ്ട് തന്നെ നമുക്ക് ആ ഭാഗം തീർക്കാൻ പറ്റും. ഈ തത്തയുടെ കഴുത്തിലും നെഞ്ചിലുമൊക്കെ വരുന്ന യെല്ലോ ഓറഞ്ച് ടോൺ ഒറ്റ വാഷിട്ട് തന്നെ ചെയ്യേണ്ടതാണ്. അത് കളർ വയ്ക്കുമ്പോൾ പെട്ടെന്ന് ഉണങ്ങിപ്പോകാതിരിക്കാനായിട്ട് ഞാൻ ആദ്യം അത്രയും ഭാഗം ഒന്ന് നനച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് ഉച്ചയ്ക്ക് 12 മണി ആവാറായി. നല്ല ചൂടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ നനച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ നനയ്ക്കാതെയും നമുക്ക് ചെയ്യാം. ലെമണല്ലോയും വെർമില്യൺ ഹ്യൂവും ചേർത്തിട്ടാണ് ഈ കളർ ഉണ്ടാക്കിയിട്ടുള്ളത്. അല്പം വെർമില്യൺ ഹ്യൂവും ബേൺസീനയും ആഡ് ചെയ്തു.
ബ്ലൂവും വയലറ്റും മിക്സ് ചെയ്തിട്ട് കണ്ണിൻ്റെ ചുറ്റുമുള്ള ഭാഗം വരയ്ക്കുകയാണ്. അല്പം വയലറ്റ് മിക്സ് ചെയ്യാണ്. പ്രഷ്യൻ ബ്ലൂവും അല്പം ബേൺ ടെമ്പറും ചേർത്തിട്ട് വെള്ളം കൂട്ടി നേരത്തെ ലെയറായിട്ട് ഇവിടെ വയ്ക്കുകയാണ്. പ്രഷ്യൻ ബ്ലൂവും വെർമില്യൻ ഹ്യൂവും മിക്സ് ചെയ്ത ഒരു ഡാർക്ക് ബ്ലൂ ടോൺ ഇവിടെ വയ്ക്കുകയാണ്. ഇത് ഒരല്പം ഡെപ്ത് കൂടിപ്പോയി. അല്പം വെള്ളം ഇവിടെ മിക്സ് ചെയ്യാണ്. അതേ കളറ് തന്നെ അല്പം ഡെൻസിറ്റി കൂട്ടി വയ്ക്കുകയാണ്. പ്രഷ്യൻ ബ്ലൂവും വെർമില്യൻ ഹ്യൂവും മിക്സ് ചെയ്തുണ്ടാക്കിയ ഡാർക്ക് കളറാണ് ഇവിടെ വയ്ക്കുന്നത്. ഇവിടെ അല്പം വെള്ളം മിക്സ് ചെയ്തപ്പോൾ അവിടെ ഒരു ഗ്രേഡിയൻ്റ് പോലെ ആയത് കാണാം. ഇവിടെ ഈ ചിറകിൽ നിന്നുള്ള ബ്ലൂ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ റിഫ്ലക്റ്റഡ് ലൈറ്റിൻ്റെ സാന്നിധ്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. പ്രഷ്യൻ ബ്ലൂവും വെർമില്യൻ ഹ്യൂവും വെള്ളം കുറച്ച് മിക്സ് ചെയ്തുണ്ടാക്കിയ ഡാർക്ക് ടോൺ ഇവിടെ വയ്ക്കുകയാണ്.
ചുണ്ടിൻ്റെ ഭാഗം ഏകദേശം കഴിഞ്ഞു. വെർമിലിയൻ ഹ്യൂവും ലെമൺ യെല്ലോയും മിക്സ് ചെയ്തുണ്ടാക്കിയ ഓറഞ്ച് ടോണാണ് ഇപ്പോൾ വയ്ക്കുന്നത്. ഇപ്പോൾ വെർമിലിയൻ ഹ്യൂവിൻ്റെയും ലെമൺ യെല്ലോയുടെയും കൂടെ അല്പം ബേൺസീനയും മിക്സ് ചെയ്തിട്ടുണ്ട്. അല്പം പ്രഷ്യൻ ബ്ലൂവും ബേൺ നമ്പറും ഈ ഓറഞ്ച് ടോണിലേക്ക് ആഡ് ചെയ്തിട്ടാണ് ഈ ഡാർക്ക് ടോൺ ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രഷ്യൻ ബ്ലൂ, വയലറ്റ്, വെർമിലിയൻ ഹ്യൂ, അല്പം യെല്ലോ ഇത്രയും മിക്സ് ചെയ്തിട്ടാണ് ഈ ഡാർക്ക് ടോൺ ഉണ്ടാക്കിയിട്ടുള്ളത്.
ബേൺഡ് എംബർ, ലെമണല്ലോ, ബേൺസിന എന്നീ കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ ഒരു സ്ട്രോക്ക് വയ്ക്കുന്നത്. പ്രഷ്യൻ ബ്ലൂവും ബേൺഡ് എംബറും ബേൺസീനയും മിക്സ് ചെയ്തുണ്ടാക്കിയ ഡാർക്ക് ടോൺ ഇവിടെ ഈ തൂവലിൻ്റെ സൈഡിൽ വയ്ക്കുകയാണ്. ഇനി ലെമണല്ലോയും യെല്ലോ ഓക്കറും മിക്സ് ചെയ്തിട്ട് ഇവിടെ വയ്ക്കുന്നു. പ്രഷ്യൻ ബ്ലൂവും വയലറ്റും അല്പം ക്രിംസണും കൂടി മിക്സ് ചെയ്തിട്ട് ഇവിടെ വയ്ക്കുന്നു. ഇവിടെ ഈ ഡാർക്ക് ടോൺ വരുന്ന ഭാഗത്ത് പ്രഷ്യൻ ബ്ലൂ, ക്രിംസണിലേക്ക് ബേൺസിന ഇത്രയും കളർ ചേർത്തിട്ട് ഡാർക്ക് ടോൺ ഉണ്ടാക്കിയിട്ട് ഇവിടെ വയ്ക്കുന്നു. പ്രഷ്യൻ ബ്ലൂ ലൈറ്റായിട്ട് എടുത്തിട്ട് ഇവിടെ വയ്ക്കുന്നു. ലെഫ്റ്റ് സൈഡിലെ ചിറകിൻ്റെ ഡീറ്റെയിൽസ് ഏതാണ്ട് കഴിഞ്ഞു. ഇനി റൈറ്റ് സൈഡിലെ ചിറകിൻ്റെ ഡീറ്റെയിൽസ് ചെയ്യാം.